7 ദിവസം മുമ്പ് പ്രസവം നിർത്താനുള്ള സർജറി കഴിഞ്ഞ് പൂച്ചക്കുട്ടിയാണ് ഉണ്ടായി കിടക്കുന്നത്. പൂച്ചക്കുട്ടിയല്ല, പൂച്ചകൾക്ക് 5 വയസ്സ് പ്രായം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഡൗട്ടായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 3-4 ദിവസം കൂടി കഴിഞ്ഞ് അവളുടെ സ്റ്റിച്ച് വെട്ടാൻ പോകണം കേട്ടോ. നമ്മൾ ഡെലിവറി സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് വെട്ടാൻ ഒന്നും കൂടി പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൂടി നമ്മളിങ്ങനെ കോളർ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ആ സ്പ്രേ ഓയിൻമെൻ്റ് ഒക്കെ തേക്കുമ്പോൾ അവർ ആ മുറിയിൽ നക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ദിവസം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ മൊത്തത്തിൽ ഒരു 10-15 ദിവസമാണ് അവർ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ബൊമ്മിക്കുട്ടിയാണ്. ബൊമ്മിക്കുട്ടിയുടെ സർജറി ഇതേപോലെ ഒരു 9 മാസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളിപ്പോൾ അതാ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ പുറത്തേക്കൊക്കെ പൂച്ചക്കുട്ടി വിടുമ്പോൾ അടിപിടി ഉണ്ടാവില്ലേ, അപ്പോൾ അവർ സ്റ്റിച്ചിന് കുഴപ്പം പറ്റില്ലേ എന്ന്. തീർച്ചയായിട്ടും സ്റ്റിച്ചിന് കുഴപ്പം പറ്റും, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ കോളർ അഴിച്ചു കൊടുക്കണം. അതുപോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഴുത്തിൽ ഒരു ബെൽറ്റോ കയറോ എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ അവർ മുറ്റത്ത് കൂടെ ഒന്ന് നടത്തിക്കണം. അവർ മുഖം കണ്ണ് ചെവിയൊക്കെ ഒന്ന് അവർക്ക് ഇങ്ങനെ വൃത്തിയാക്കണമല്ലോ, അതിനൊക്കെ അവർ അനുവദിക്കണം കേട്ടോ. എന്നിട്ടൊക്കെ കോളർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. മാത്രമല്ല എപ്പോഴും 24 മണിക്കൂർ അടച്ചിട്ട് കഴിഞ്ഞാൽ അവർ മൈൻഡിന് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു സന്തോഷ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബെൽറ്റോ ഒരു കയറൊക്കെ കെട്ടിയിട്ട് കോളർ അഴിച്ച് വെച്ചിട്ട് അവരിങ്ങനെ 4 പുറം നടത്തിക്കുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവരൊന്ന് നക്കി തുടയ്ക്കാൻ സമ്മതിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ഹാപ്പി ആയിരിക്കും. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ പൂച്ച പ്രസവിച്ച കുഞ്ഞുങ്ങളൊന്നും ഒരു കാരണവശാലും അവരുടെ അടുത്തേക്ക് വിടരുത്. അവർ പാല് കുടിക്കാനൊക്കെ ശ്രമിക്കും, അതൊക്കെ ഭയങ്കര അപകടമാണ്. അപ്പോൾ കോളർ അഴിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ കയറി കെട്ടി നടക്കുന്ന സമയത്ത് നമ്മുടെ കൺവെട്ടിൽ തന്നെ നമ്മുടെ കൈ എത്ര ദൂരത്ത് തന്നെ വേണം. കാരണം സ്റ്റിച്ച് കടിക്കണില്ല പൊട്ടിക്കണില്ല എന്നൊക്കെ നമ്മൾ ശ്രദ്ധ വരുത്തണം കേട്ടോ. അതുപോലെ മറ്റുള്ള പൂച്ചകളായിട്ട് ഇടപഴകുക ഒരു കാരണവശാലും സമ്മതിക്കരുത്. എപ്പോഴും അടികൂടുക എന്ന് പറയാൻ പറ്റില്ല.